ഹലോ, സെയിൽ വീഡിയോ ആണ് കേട്ടോ. ഡബിൾ പെറ്റൽ പെറ്റൂണിയയുടെ സെയിൽ വീഡിയോ ആണ്. നമുക്കറിയാം, പൂക്കൾക്ക് ഇതളുകൾ കൂടുമ്പോൾ സൗന്ദര്യം കൂടും അല്ലേ? അങ്ങനെ മിക്ക ചെടികൾക്കും ഡബിൾ പെറ്റൽ എന്നൊരു ടൈറ്റിലും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ അത് വാങ്ങിയിരിക്കും, അല്ലെങ്കിൽ അത് സ്വന്തമാക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കും. ചെമ്പരത്തികളിലാണെങ്കിലും അതുപോലെ പത്തുമണി, പെറ്റൂണിയ, അങ്ങനെ കുറേ ഇങ്ങനെ പൂക്കളുണ്ടാവുന്ന പ്ലാന്റ്സിലൊക്കെ ഇങ്ങനെ ഡബിൾ പെറ്റൽ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഇഷ്ടമാണ് അത് വാങ്ങാനായിട്ടും വളർത്താനായിട്ടൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ പെറ്റൂണിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പെറ്റൂണിയൽ ഞാനങ്ങനെ എടുക്കാറില്ല, പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വളർത്തണം, നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും നാടൻ പെറ്റൂണിയൊക്കെ ഞാൻ വാങ്ങിയത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ചെടികളൊന്നും ഇല്ല കേട്ടോ. കാരണം നന്നായിട്ട് പൂവിട്ടു, അതൊരു ടൈം കഴിഞ്ഞപ്പോൾ അത് പോയി. നമുക്ക് അതിൽ നിന്ന് പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. കുറച്ച് വണ്ടിയുടെ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ ഇപ്പം. അങ്ങനെ കുറച്ചധികം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നാടൻ പെറ്റൂണിയ നല്ല ബുഷിയായിട്ടൊക്കെ വളർത്തി. പക്ഷേ എൻ്റെ ഞാൻ അധികം കെയർ കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ് ആ ചെടി നശിച്ചു പോയത്. അതുപോലെ ഞാൻ സത്യം പറയാമല്ലോ, ഈ പെറ്റൂണിയ വളർത്തി സെയിൽ ചെയ്യുന്നവരെ ശരിക്കും നമിക്കണം എന്ന് തന്നെ പറയാം. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിരി വരും, ഇത് ചെയ്യുന്നവർക്ക് ഈസി ആയിരിക്കും. പക്ഷേ പെറ്റൂണിയൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ കെയർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, നഴ്സറികളിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ട് എത്ര പ്രാവശ്യം ഫ്ലോപ്പായി പോയിട്ടുള്ളവരുണ്ടാവും അല്ലേ? അതത്രയും ഇതിൽ പറയാൻ കാര്യം അതിലൊരാൾ ഞാനാണ്, അതുകൊണ്ടാണ്. അപ്പോൾ പെറ്റൂണിയ വളർത്തുന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ ഞാൻ കൊടുക്കും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടി, എന്തൊരു ഭംഗി അത് കാണാനായിട്ട്. എന്നാൽ അത് അത്രയും ഇതിൽ കിട്ടുമൊന്നുമില്ല. ഞാൻ പോകുന്ന വഴിക്ക് വീട്ടിൽ കുറച്ചങ്ങ് പോകണം കേട്ടോ. പോകുന്ന വഴിക്ക് ഇതുപോലെ നല്ല വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ച ഒരു നല്ല 2 നില വീടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ ഫുൾ വൈറ്റ്, എന്നിട്ട് 2 തൂണ്, ഇങ്ങനെ തൂമാനം എന്നൊക്കെ പറയും, അങ്ങനെ ഒരു 2 തൂണുകളുണ്ട് കേട്ടോ. അതിൽ മുകൾ വശത്തായിട്ട്, കൈ പോലും എത്തില്ല അത്രയും മുകൾ വശത്തായിട്ട് ചെടിച്ചട്ടിയിൽ വൈറ്റ് പോട്ടിൽ തന്നെ വയലറ്റ് കളർ പെറ്റൂണിയകൾ നിറഞ്ഞ് തിങ്ങി. അതെങ്ങനെ അവരങ്ങനെ വളർത്തി മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നു എന്നും അറിയില്ല. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ പെറ്റൂണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സിംഗിൾ പെറ്റലൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ഒരു ചെമ്പരത്തി കണക്കെ, അതായത് നല്ല വലിയ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പെറ്റൂണിയ കണ്ടപ്പോൾ അങ്ങ് ചുമ്മാ കളയാൻ തോന്നിയില്ലെങ്കിൽ എടുത്തു കേട്ടോ. ആവശ്യമുള്ളവരുണ്ടാവും, പെറ്റൂണിയൊക്കെ ചോദിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാൻ ഓൺലൈനിൽ നിന്ന് പെറ്റൂണിയ വാങ്ങിയിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 3-4 മാസം മുന്നേ ആയിരുന്നു. എന്നിട്ട് മേടിച്ചിട്ട് ഇതുപോലെ ഡബിൾ പെറ്റലിൻ്റെ വയലറ്റ് കളറാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അപ്പോൾ ഫ്ലവർ ഉണ്ടായ പ്ലാന്റൊന്നും അല്ല, വളരെ കുഞ്ഞ്, നമ്മളിപ്പോൾ നമ്മുടെ ഒരു ചൂണ്ടുവിരൽ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ എത്രയുണ്ട് നീളം, ആ ഒരു നീളത്തിലാണ് എനിക്ക് പ്ലാന്റ് കിട്ടിയത്. ഞാൻ 200 രൂപീസിനാണ് പെറ്റൂണിയ വാങ്ങിയത്. കൊറിയർ ചാർജ് എക്സ്ട്രാ കേട്ടോ, കൊറിയർ ചാർജ് എക്സ്ട്രാ വന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ഒരു ആഗ്രഹമാണ് അങ്ങനെ ഒരു പെറ്റൂണിയ വേണം. നിറച്ച് പൂക്കൾ തിങ്ങിക്കിടക്കുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ, അവരുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൊതിയാവും. അതുപോലെയാണ് ആ ചേച്ചി ആ പെറ്റൂണിയൊക്കെ നട്ട് വളർത്തി അങ്ങനെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, അവർക്ക് ഒരു സെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ല അവിടെ സെയിൽ ചെയ്യാനായിട്ട് പ്ലാന്റ് ഇല്ല, അതുപോലെ ആളുകൾ മേടിച്ചിട്ട് പോകും. പിന്നെ അടുത്ത പ്ലാന്റ്സ് ഉണ്ടാക്കി എടുക്കണം, ഇത്രയും കഷ്ടപ്പെട്ട് അവർ ചെയ്യുന്നത്. അപ്പോൾ 200 രൂപീസ് എനിക്ക് അത്ര വലിയ പൈസയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതും നല്ല നാടൻ പെറ്റൂണിയയാണ്, ഡബിൾ പെറ്റലിൻ്റെ നാടൻ പെറ്റൂണിയയാണ്. അപ്പോൾ സാധാ ഇപ്പോൾ റോസ് വാങ്ങുന്നവരൊക്കെ ആണെങ്കിൽ 150 രൂപയ്ക്ക് ഇതാണോ റോസ്, അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഒരു ചൂണ്ടുവരലിൻ്റെ അടുത്തുള്ള ഒരു കട്ടി പോലും ഇല്ലാത്തൊരു പ്ലാന്റാണ് നമ്മൾ 200 രൂപീസിന് വാങ്ങുന്നത്. അതിന് അതിൻ്റേതായ വിലയുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഡബിൾ പെറ്റൽ പെറ്റൂണിയയുടെ നിങ്ങൾ ആദ്യം കണ്ട കളറുണ്ടല്ലോ, ആ ഒരു കളറ് പീച്ച് റെഡോ അങ്ങനെ, എനിക്ക് ആ കളർ കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ്. കാരണം അത്ര ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. അതൊരു പീച്ച് കളറാണെന്നോ ഒരു റെഡ് കലർന്ന ഒരു കളറാണെന്നോ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഒരു പ്രത്യേക സൈസ് കളറാണ്. അപ്പോൾ നമ്മൾ വീഡിയോസിൽ കുറച്ചും കൂടി ഡാർക്കായിട്ടാണ് അത് കാണുന്ന കളറിന്, നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊരു വയലറ്റ് കളർ കാണുന്നില്ലേ, അത് നമുക്ക് അധികം ഇല്ല കേട്ടോ. പ്ലാന്റ്സ് രണ്ട് പ്ലാന്റ് അത് കിട്ടിയുള്ളൂ, ബാക്കി നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ പെറ്റൂണിയൊക്കെ നമ്മൾ റേറ്റ് ഇട്ടത്, ഇങ്ങനെ പൂവുണ്ടാകുന്ന പ്ലാന്റാണ് കേട്ടോ, 100 രൂപീസാണ്. എക്സ്ട്രാ CC വരും കേട്ടോ, 80 രൂപ CC വരും.
അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഓൺലൈൻ, അപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഓർക്കാറുണ്ട് ഈ പെറ്റൂണിയ എന്നോട് മിക്കവരും ചോദിക്കാറുണ്ട് പെറ്റൂണിയ സെയിലുണ്ടോ, പെറ്റൂണിയ സെയിലുണ്ടോ. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റാണ്, കാരണം നമുക്കറിയാമല്ലോ ഇത് നട്ടുപിടിപ്പിക്കാനുള്ള പാട്. അപ്പോൾ ഇതെങ്ങനെ കൊറിയർ ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പെറ്റൂണിയ വാങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കത് മനസ്സിലായി, കാരണം അത്രയും നന്നായിട്ട് പാക്ക് ചെയ്തൊക്കെയാണ് പെറ്റൂണിയ അയക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് പെറ്റൂണിയ വാങ്ങി നടൂ അങ്ങനെയൊന്നും പറയില്ല. അറിയാവുന്ന പെറ്റൂണിയ വളർത്താൻ അത്രയും കോൺഫിഡൻസ് ഉള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു ഗ്രോത്ത് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നീട് നമുക്കൊരു പ്ലാന്റ് വേണമെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന സീഡ്സോ അല്ലെങ്കിൽ അതുപോലെ അതിൻ്റെ കമ്പുകളോ തണ്ടുകളോ അതൊക്കെ ഒടിച്ച് കുത്തിയൊക്കെ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു പ്ലാന്റ് വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ അങ്ങനെ തന്നെ അതിനെ നോക്കി പൂവുണ്ടായിട്ടിരുന്നവരേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പ്ലാന്റ് ചീഞ്ഞു പോകാം. എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് വന്നാൽ തന്നെ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകാറുണ്ട്. ഒരു വെള്ളം ഒഴിക്കുന്നതിൻ്റെ അളവ് കൂടിയാലോ കുറഞ്ഞാലോ പോലും അത്രയും കെയർ ചെയ്യണം. അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ്, അതായത് നഴ്സറികളിൽ നിന്നാണെങ്കിൽ അതിൻ്റെ ചുവടൊക്കെ നോക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വാങ്ങണം കേട്ടോ. ഇവർക്ക് അധികം ഫ്ലവറിങ് പ്ലാന്റ്സിന് അധികം ആയുസില്ല. പിന്നെ വല്ല നാടൻ പ്ലാന്റ്സൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പൊതുവേ പെറ്റൂണിയ, അതുപോലെ തന്നെ പല പ്ലാന്റ്സ് ഇതുപോലുള്ള ആസ്റ്റർ പ്ലാന്റ്, അതുപോലെ ഞാൻ പറയാം ഡെയ്സി, ഇങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ നമ്മൾ കുറച്ച് കെയർ ചെയ്യണം. അന്ന് പിടിപ്പിക്കാൻ അറിയാവുന്നവർ നല്ല അടിപൊളിയായിട്ട് പിടിപ്പിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സാണ്. പൂക്കളൊക്കെ കണ്ട കുത്തി വരും. അപ്പോൾ നിങ്ങൾക്ക് പെറ്റൂണിയ ആവശ്യമുണ്ടെങ്കിൽ 180 കേട്ടോ. കൊറിയർ അടക്കം 180 രൂപയാണ്. എനിക്ക് ഈ ഒരു പെറ്റൂണിയാണ് നമുക്ക് കൂടുതലുള്ളത്. അതിനിടയിൽ ഒരു കളർ കാണുന്നുണ്ട് നിങ്ങളതാകെ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ 2 പേർക്കേ അത് കിട്ടുള്ളൂ. അത് ഓർഡർ ചെയ്യുന്ന 2 പേർക്ക് അത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സേഫായിട്ട് തന്നെയാണ് പെറ്റൂണിയ എത്തിച്ചു തരുന്നത്. പിന്നെ പെറ്റൂണിയ നമുക്ക് നിങ്ങൾ അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക. അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. പെറ്റൂണിയ എല്ലാവരും സെയിൽ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ നിങ്ങൾ വാങ്ങിച്ചോളൂ അങ്ങനെ പറഞ്ഞ് സെയിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റാണ്. നമ്മളിത് ബോട്ടിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പാക്ക് ചെയ്ത് തരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ റോസൊക്കെ അയക്കുന്ന പോലെ പെറ്റൂണിയ അയച്ചു കഴിഞ്ഞാൽ ഒരു ബോക്സ് വന്ന് വീണാൽ തന്നെ അത് പളങ്ങി പോവുക, അതായത് ഇങ്ങനെ ചതഞ്ഞു പോകും. അത്രയും സെൻസിറ്റീവ് ആണല്ലോ അതിൻ്റെ ലീവ്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുപ്പിയിലൊക്കെ ആക്കിയാണ്, അതായത് ബോട്ടിൽസിലൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ ഉള്ളിലൊക്കെ കെയർ ചെയ്ത് വെച്ചിട്ടാണ് അയക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും സുന്ദരിയായ പെറ്റൂണിയ വേണമെങ്കിൽ ഓർഡർ തരാം കേട്ടോ. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നാളെ നമ്മുടെ ചാനലിൽ ഒരു അടിപൊളി സെയിൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചെറിയ റോസുകളുടെ ആയാലും വലിയ റോസുകളുടെ ആയാലും സെയിൽ വീഡിയോ ചിലപ്പോൾ 2 പാർട്ടായിട്ട്, അതുകൊണ്ട് അത്രയും വെറൈറ്റീസ് നമുക്കുണ്ട്. അപ്പോൾ 2 പാർട്ടൊക്കെ ആയിട്ടായിരിക്കും ഇവിടെ ചെയ്യുന്നത്. പിന്നെ വേറെ വിശേഷം എന്ന് പറയാനായിട്ട് ക്രിസ്മസ് ആണല്ലോ നമ്മുടെ ഒരു ഇപ്പോൾ മൂവിങ് ആയിട്ട്, അതിൻ്റെ ഒരു ഒരുക്കത്തിലാണല്ലോ എല്ലാവരും. നാളെ നമ്മുടെ സെയിൽ വീഡിയോ വരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.